Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, Good afternoon, ma'am. Good afternoon. Okay, good afternoon to all. So, who is going to do prayer? Ma'am, ഞാനാണ്. ചന്തമേറിയ പൂവിലും ശബളാപമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും അന്തചാരു കടാക്ഷമാല കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശ്വനെ വാഴ്ത്തുവിൻ വിളങ്ങുമീശ്വനെ വാഴ്ത്തുവിൻ. താങ്ക് യു മാം. Confidence does not come when you have all the answers, but it comes when you are ready to face all the questions. എല്ലാ ഉത്തരങ്ങളും ഉള്ളപ്പോൾ ആത്മവിശ്വാസം വരുന്നില്ല, പക്ഷേ അത് വരുന്നു എല്ലാ ചോദ്യങ്ങളും നേരിടാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ. സൈനിങ് ടീന. ഓക്കെ, ഇത് ആരുടെ കോട്ടാണ്? സ്വന്തമാണോ? അതെവിടെയെങ്കിലും വായിച്ചതാണോ? ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രം. ടീന പറയുന്നുണ്ടോ? കോട്ടാണേ. ഓക്കെ, സോ നമ്മളിപ്പോ നാച്ചുറൽ ഡെവലപ്മെന്റ്, ഹ്യൂമന്റെ നാച്ചുറൽ ഡെവലപ്മെന്റ് എന്ന് തന്നെ പറയാം. അതിങ്ങനെ നമ്മൾ നോക്കുമായിരുന്നു അല്ലെ, കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കുട്ടികളിലെ. ആ ചൈൽഡ് ഡെവലപ്മെന്റ് നിങ്ങൾ ഡിഫറെന്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ മോണ്ടിസോറിയുടെ വ്യൂസിൽ എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് കുട്ടികൾ അല്ലെങ്കിൽ മനുഷ്യര് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അത് അവർ വളരെ ഭംഗിയായിട്ട് തന്നെ അനിമൽസുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരിലും ഒരു വൈറ്റൽ എനർജി ഉണ്ട്. ഈ വൈറ്റൽ എനർജീനെ ശരിയായ ഡിറക്ഷനിൽ യൂസ് ചെയ്യുമ്പോഴാണ് അതിനൊരു എയിം അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ ഹോർമോൺസ് എന്ന് പറയും അല്ലെ, ചില ആളുകളുടെ ഫിസിക് നോർമൽ അല്ലാത്ത രീതിയിൽ ഇപ്പൊ വണ്ണം ഒക്കെ കൂടിയിരിക്കുമ്പോൾ അത് ഹോർമോണിന്റെ പ്രശ്നമായിരിക്കും, അങ്ങനെയൊക്കെ പറയാറില്ലേ. ആക്ച്വലി ഹോർമോൺസ് ഒരു വൈറ്റൽ എനർജി തന്നെയാണ്. അതിൽ കുറെ അൺബാലൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പല ഇഷ്യൂസ് വരുന്നത്. അതിപ്പോ തൈറോയ്ഡ് ആണെങ്കിലും ഷുഗർ ലെവൽ, ഗ്ലൂക്കോസ് ലെവൽ, അതൊക്കെ ആണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ ഹോർമോണിന്റെ ഇത് അനുസരിച്ച് ചിലപ്പോൾ ചില ജനറ്റിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈവൻ ഡാർഫിസും ജൈജാൻറ്റിസും ഒക്കെ വരാനുള്ള കാരണങ്ങൾ കുറെയൊക്കെ അതാണ്. അപ്പൊ ഈ ഹോർമോൺ എന്ന് പറയുന്നത് വൈറ്റൽ എനർജി തന്നെയാണ്. ഇപ്പോ മറിയ മോണ്ടിസോറിയുടെ ഒരു കൺസെപ്റ്റ് ഇതായിരുന്നു, എല്ലാ മനുഷ്യരിലും ഈ വൈറ്റൽ എനർജി ഉണ്ട്. ഈ വൈറ്റൽ എനർജീനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് പോകുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മൾക്കറിയാം, നമ്മളെ എല്ലാവരും പല പല റിലീജിയസ് ബിലീഫിലുള്ളവരാണ്, നമ്മുടെ ട്രഡീഷൻസ് ഡിഫറെന്റ് ആണ്. ബട്ട് അതിന്റെ എല്ലാം ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പീസ്, ലവ് അല്ലെ, കെയറിങ്, ബ്രദർഹുഡ്, സഹോദരി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അതാണ് ഓരോ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ പരസ്പരം വിഷ് ചെയ്യുന്നു, നമ്മൾ ഹഗ് ചെയ്യുന്നു, ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നു. അതെല്ലാം അതിന്റെ, അപ്പൊ അത് നമ്മളുടെ മോറൽ വാല്യൂസ് നമുക്ക് വരുന്നത് നമ്മുടെ ഈ സ്പിരിച്വൽ ലൈഫിൽ നിന്നാണ്. അതേസമയം നമ്മൾ കേൾക്കാറുണ്ട് പല സ്ഥലങ്ങളിലും, നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും റിലീജിയസ് ഇഷ്യൂസിൽ ഭയങ്കര ബഹളങ്ങൾ, കലാപങ്ങളൊക്കെ, യുദ്ധങ്ങൾ വരെ നടക്കുന്ന അത് നമ്മൾ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നല്ലൊരു എനർജി, അതായത് മോറൽ വാല്യൂസ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി സോഴ്സ് ആയിരുന്നു അത്. അതിനെ തെറ്റായ രീതിയിൽ യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് മറിയ മോണ്ടിസോറിയും പറഞ്ഞത്.
കുട്ടികളുടെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അവരുടെ മോറൽ സൈഡ് ബിൽഡ് ചെയ്യുന്നതാണ്, മോറൽ വാല്യൂസ് കിട്ടുന്നതാണ്. അവിടെ അവരെ റോങ് മെസ്സേജിലൂടെ കൊണ്ടുപോകുമ്പോൾ അവര് അഡൾട്ടായി മാറുമ്പോൾ അവരുടെ ഉള്ളിൽ അതാണ്. അപ്പൊ അവരെപ്പോഴും അതിനനുസരിച്ച് ആളുകളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാനോ ചെയ്യപ്പെടാനോ സാധ്യതയുണ്ട് ഈ കുട്ടികള്. അപ്പൊ ഒരു സെൻസിബിൾ അല്ലാതെ ആ ഒരു രീതിയിലൊക്കെ മിസ്യൂസ് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇങ്ങനെ അപ്പൊ മറിയം മോണ്ടിസോറി എഴുതുന്ന അങ്ങനെയുള്ള ആളുകൾ ദേ ആർ നോട്ട് ഫിറ്റ് ടു ലിവ് ഇൻ ദി വേൾഡ്. അങ്ങനെയുള്ളവർ ഈ ലോകത്ത് ജീവിക്കാൻ ഫിറ്റ് അല്ല എന്നാണ് പറയുന്നത്. സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, പക്ഷെ നമുക്കറിയാം ഈ ഒരു പ്രശ്നം സെൻസിറ്റീവ്, അതിനെ മുതലെടുക്കുന്ന കുറെ വിഭാഗങ്ങൾ ആളുകളെ തമ്മിൽ തല്ലിക്കുന്നു. അവരുടെ ചിലപ്പോ മേ ബി അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂവീസ് കണ്ടിട്ടുണ്ട്, റിയൽ ആയിട്ട് പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വളരെ എന്താ പറയാ സോഷ്യൽ റീഫോമേഴ്സ്, അങ്ങനെ പല ആളുകൾ വന്നാണ് അത് സോൾവ് ചെയ്ത് അവരത് കൺട്രോൾ ചെയ്ത് അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ സമാധാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വൈറ്റൽ എനർജി മറിയ മോണ്ടിസോറിയുടെ കൺസെപ്റ്റില് അതിന് കൊടുത്ത പേര് ഹോം എന്നായിരുന്നു, HORME. അത് നമുക്ക് വരുന്നുണ്ട് കേട്ടോ വേറൊരു ചാപ്റ്ററിൽ, ഞാൻ ഇതിനകത്തൊന്ന് സ്പെസിഫൈ ചെയ്തേ ഉള്ളൂ. പിന്നെ മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികളുടെ മെമ്മറിയാണ്. നമ്മളത് പറയുന്നുണ്ടായിരുന്നു, 0 to 3 years അവർക്ക് അൺകോൺഷ്യസ് മൈൻഡ് ആണ്. അത് കഴിയുമ്പോൾ ഗ്രാജുവലി ആഫ്റ്റർ 3 years കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ഇപ്പൊ 0 to 3 years ഇവരുടെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വൈറ്റൽ പാർട്ട് തന്നെയാണ്. അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറി സ്റ്റേജ് 3 വയസ്സ് കഴിയുമ്പോൾ കോൺഷ്യസ് മെമ്മറി സ്റ്റേജിലേക്ക് പോകും. അതിനെ മറിയ മോണ്ടിസോറി വിളിച്ചിരുന്ന പേര് നീൻ എന്നായിരുന്നു, MNENE. ഓക്കെ, ഇതൊക്കെ ഈ പല ലാംഗ്വേജിലെ വേർഡിൽ നിന്നും കടമെടുത്തതാണ്. നമുക്ക് അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട് മോണ്ടിസോറി ടേംസ്, അതിൽ വരുന്നതാണ്. ഇതൊന്ന് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ വൈറ്റൽ എനർജിയും ഈ മെമ്മറിയും എല്ലാം കൂടെ കുട്ടികളിൽ ആ മെമ്മറി അവരുടെ ഡെവലപ്മെന്റിന് ശരിക്കും യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ ഒരു ചെറിയ ഏജിലെ സ്റ്റേജിലും അവരിലൊരു ഇംപ്രഷൻ, നല്ലൊരു ഇംപ്രഷൻ വരുവാണെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോവുകയും ചെയ്യും. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് കുറെ മാറ്റങ്ങൾ വരുന്നതാണ് പറയുന്നത്. അതേസമയം ആ ഒരു കുഞ്ഞ് ഏജില് അൺകോൺഷ്യസ് ആണെങ്കിൽ കൂടിയും അവരുടെ മെമ്മറിയിൽ ഉണ്ടാകുന്ന ഇംപ്രഷൻസ് ഭയങ്കര ട്രോമയൊക്കെ ആണെങ്കിൽ, പേടിയും വേദനയും ദുഃഖമൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ പോലും അത് പിൽക്കാലത്ത് അവരുടെ ലൈഫിൽ ഉണ്ടാവും. ഞാൻ നിങ്ങളോടാണോ അഗത്തലോജിക്കൽ എന്നുള്ള മൂവിയുടെ കഥ പറഞ്ഞത്? അതെയല്ല, എന്റെ തീം ഓൾമോസ്റ്റ് ഇതായിരുന്നു. പറഞ്ഞിരുന്നു അഗത്തലോജിക്കൽ എന്ന് പറഞ്ഞിട്ട്, മലയാളം മൂവി കേട്ടോ, കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അതിൽ ഇതുപോലെ തന്നെയായിരുന്നു. ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ട്രോമ ആ കുട്ടി അഡൾട്ട് ആയി കഴിഞ്ഞപ്പോഴേക്കും, ഈവൻ ദോ മൂവി ആണെങ്കിലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ മൂവിയിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. അപ്പം ഈ ഒരു പെൺകുട്ടിയാണ് കേട്ടോ, ഒരു ലേഡി, അവര് മാരീഡ് ആണ്, ഹസ്ബൻഡ് ഭയങ്കര ലവിങ് ആണ്, അവര് തമ്മില് ഒരു കുഞ്ഞുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ ലേഡിയുടെ അമ്മ അവര് ജനിച്ചപ്പോഴേ മരിച്ചുപോയി, അച്ഛനാണ് വളർത്തിയത്, അച്ഛനും ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. ഇവര് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫേമിൽ വർക്ക് ചെയ്യാണ്. ബട്ട് ഇവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുവാണ് ആരോ ഇവരെ ഫോളോ ചെയ്യുന്നു, ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു റിയൽ ആയിട്ട് അത് പറയാം. അപ്പൊ മൂവി ആകുമ്പോൾ നമുക്ക് ആദ്യം കാണുമ്പോഴും നമുക്കത് റിയൽ ആണെന്നൊക്കെ തോന്നും. അത് കഴിഞ്ഞിട്ട് ഇവരെ കത്തി വെച്ച് സ്റ്റാബ് ചെയ്യുന്നു, കുത്തി പരിക്കേൽപ്പിക്കുന്നു. അങ്ങനെ ഇങ്ങനെ പോലീസിനെയൊക്കെ അറിയിക്കുന്നൊക്കെ ഉണ്ട്. പോലീസ് അന്വേഷിച്ച് വന്നപ്പോഴേക്കും മനസ്സിലായി അത് അവരുടെ ഒരു തോന്നലാണ്, അവർക്ക് എന്തോ ഒരു ഇമാജിനേഷൻ. പക്ഷെ പോലീസ് അവരെ അവരുടെ ആ ഒരു എംപത്തറ്റിക് വേയിൽ തന്നെ അവരെ മനസ്സിലാക്കി ഇവരൊരു സൈക്കോളജിസ്റ്റോ സൈക്കോതെറാപ്പിസ്റ്റ് അയാളുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുവാണ്. അപ്പൊ ഇയാള് ഹിപ്നോട്ടൈസ് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോഴേക്കും ഇവര് കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ മരിച്ചു പോയല്ലോ, അച്ഛനല്ലേ നോക്കുന്നത്. അപ്പൊ അച്ഛന് ഭയങ്കര പാർട്ടി പ്രവർത്തകരും, ഇവർക്ക് കുറെ സ്ഥലമുണ്ട്, കൃഷി ചെയ്യാൻ പണിക്കാരൊക്കെ ഉണ്ട്. ഇതിന് അച്ഛൻ ഇങ്ങനെ പാർട്ടിയുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് അവിടെ പണിക്ക്, ഈ കൃഷിയുടെ പണിക്ക് വരുന്ന ഒരാളുടെ അടുത്താണ്, ഇച്ചിരി പ്രായമായ ഒരാളുടെ അടുത്ത്. ഇയാൾ ഈ കുട്ടിയെ അബ്യൂസ് ചെയ്യുവാണ് ആ കുഞ്ഞു പ്രായത്തില്. അയാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എപ്പോഴും റെഡ് കളറിലെ തോർത്ത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ റെഡ് കളറിലെ തുണി എവിടെയെങ്കിലും കാണുമ്പോൾ ഇവർക്ക് ഈ ഒരു ട്രോമയാ, ഇതിങ്ങനെ ഇവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അയാൾ ഉപദ്രവിക്കാൻ വരുവാന്നൊരു ഫീല് തോന്നും. പിന്നെ അയാൾക്ക് ഒരു താടിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഈ താടിയുള്ള ആ ഒരു ഏജിലുള്ള ആൾക്കാരെ കാണുമ്പോഴേക്കും ഇവരുടെ ധാരണ ഇവരെ ഉപദ്രവിക്കാനായിട്ട് വരുന്നതാണ്, അയാളാണ് വരുന്നതെന്നുള്ളൊരു ഇതാണ്.
പക്ഷെ അയാൾ മരിച്ചിട്ട് 15 വർഷമായി. ആ കുട്ടിക്കാലത്ത് അയാള് അബ്യൂസ് ചെയ്തത് ഇതിന്റെ ഒരു മോശമായ ഇംപ്രഷൻ ആയിട്ട് ഇതിന്റെ മനസ്സിൽ കിടക്കുവാണ്. അതിങ്ങനെ ഹോണ്ട് ചെയ്യുന്നതായിരുന്നു ആ മൂവിയിൽ കാണിച്ചത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മളിപ്പോ ഷൗട്ട് ചെയ്യുന്നു, നമ്മൾ ആരെ തല്ലുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെന്തോ ഭയങ്കര ഒരു തെറ്റ് ചെയ്ത പോലെ അവരോട് നമ്മൾ പെരുമാറുന്നു. അവരൊരു ഇൻഫീരിയർ ആവുന്നവർക്ക് ഗിൽറ്റി ഫീലിംഗ് തോന്നുന്നതൊക്കെ അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ പറയും. അപ്പൊ ആ ഒരു ഏജിലെ ഇംപ്രഷൻസ് നല്ലതല്ലെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് ദർ ഡെവലപ്മെന്റ് എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. ഓക്കെ. പിന്നെ അതുമല്ല, ഈ കുട്ടിക്ക് ഇത് അൺകോൺഷ്യസ് മൈൻഡിലാണ് ഇംപ്രഷൻ ആയിട്ട് കിടന്നത്. അപ്പോ പിന്നീട് സംഭവിച്ചതൊന്നും ഇതിന് ശരിക്കും ഓർമ്മയില്ലാതെയാണ് പല കാര്യങ്ങളും വരുന്നത്. ആൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറയണത് മനസ്സിൽ ഈ ഒരു ഹോണ്ട് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള ആളുകളെ, താടിയുള്ള ആളെ കാണുമ്പോൾ, ചുവന്ന തുണി കാണുമ്പോൾ ഹോണ്ട് ചെയ്യുന്നത് അങ്ങനെ ആള് തന്നെ അറിയാതെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പുള്ളിക്കാരി തന്നെയാണ് കത്തി വെച്ച് വയറില് കുത്തുന്നതൊക്കെ. അതെല്ലാം തന്നെ സംഭവിക്കുന്നതാണ്. പക്ഷെ ആരോ ചെയ്തു എന്ന് ഉള്ള ഫീല് മനസ്സിലാവുന്നില്ല. അപ്പൊ അൺകോൺഷ്യസ് മൈൻഡ് ആ ഒരു ടൈമിൽ നടക്കുന്നത് കാരണം, അതേസമയം കോൺഷ്യസ് മൈൻഡിൽ ഇപ്പൊ നമ്മള് കോൺഷ്യസ് ആണ്, നമ്മളുടെ പുറകെ ഒരാൾ വരുമ്പോഴേക്കും നമ്മൾ കോൺഷ്യസ് ആണ് അല്ലെ. അതേസമയം നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി, അപ്പൊ കോൺഷ്യസ് ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളത് ഓവർകം ചെയ്യാനായിട്ട് നോക്കും. നമ്മളിപ്പോ ഒരു ഒഴിഞ്ഞ ഒരു വഴിയിലൂടെ പോവാണ്, സോ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്. ഇപ്പൊ നിറയെ പട്ടികളുടെ ശല്യം ഭയങ്കരമാണ്, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കരുതിയായിരിക്കും ആ റോഡിലൂടെ നടക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ നിറയെ വണ്ടികൾ വരുന്ന ഒരു റോഡ്, നമുക്കറിയാം വണ്ടികൾ വരുന്നതാണ്, ശ്രദ്ധിച്ചടക്കണം. സോ നമ്മൾ കോൺഷ്യസ് ആയിരിക്കുന്ന ടൈമിലാണെങ്കിൽ നമ്മൾക്ക് എല്ലാത്തിനെ പറ്റി ഒരു ബോധം, ആ ഒരു സെൻസ് നമുക്കുണ്ടാവും. പക്ഷെ അൺകോൺഷ്യസ് മൈൻഡിന്റെ സംഭവങ്ങൾ നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ആ സൈക്കോതെറാപ്പിസ്റ്റ് ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. കാരണം കോൺഷ്യസ്ലി ആ കുട്ടി എന്താ പറയുന്നത്, ആ ലേഡി എന്താ പറയുന്നത്, എന്നെ ഒരാള് ഫോളോ ചെയ്യുന്നു, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, ഇതൊക്കെയാണ് അവര് കോൺഷ്യസ്ലി പറയുന്നത്. അൺകോൺഷ്യസ് മൈൻഡിലെ കാര്യം ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ. ഇത് ചൈൽഡ് ഡെവലപ്മെന്റിനെ എത്രത്തോളം ഈ അൺകോൺഷ്യസ് മൈൻഡിലെ ഇംപ്രഷൻസ് ബാധിക്കും എന്നുള്ളത് മറിയം മോണ്ടിസോറി അന്ന് ഇങ്ങനെ നമ്മൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോവാം. നമുക്ക് ഇന്ന് അത് തീർക്കാൻ പറ്റും എന്നാണ് ഒരു പ്രതീക്ഷ. ഇപ്പൊ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്താ ടീച്ചർ? എടുക്കുന്ന ചാപ്റ്റർ മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 3 ആണ്. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. മനുഷ്യര് നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ലോ. യൂണിറ്റ് 3 പറഞ്ഞേ? അതെ. മോഡ്യൂൾ 1 ആണ്. മോഡ്യൂൾ 1 നമുക്ക് 4 പാർട്സ് ആണല്ലോ ഉള്ളത്. അതിലെ പാർട്ട് 3 ആണ്. നിങ്ങൾക്ക് പാർട്ട് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, പാർട്ട് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ലെ. 3 ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അതോ? അതെ, ഞാനിപ്പോ ഷെയർ ചെയ്യാം. കിട്ടി. എല്ലാത്തിന്റെയും ഇതുവരെയുള്ളത് കഴിഞ്ഞ ചാപ്റ്റേഴ്സിന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ലേ, മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ലേ? പാർട്ട് 4 ക്ലാസ് റൂമിൽ ഇട്ടതല്ലേ? ഞാൻ എന്റെ മാത്രമല്ല ചോദിച്ചേ, എല്ലാ ലെസൺസിൽ നിന്നും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. 2 MCQ കിട്ടിയത്. അത് ഈ പാർട്ടിലെ അല്ലേ? 1 ഉം 2 ഉം അല്ലേ? എല്ലാ ഡിഫൻസ് മെക്കാനിസം കിട്ടിയിട്ടില്ലേ മാം? ഓക്കെ, കുഴപ്പമില്ല. ഞാനിന്ന് ചോദിച്ചേ ഉള്ളൂ. അത് തരുമായിരിക്കും ഉടനെ തന്നെ. ഓക്കെ. അപ്പൊ MCQ കിട്ടിയല്ലോ. ഏതാണ്? ഡിഫൻസ് മെക്കാനിസത്തിന്റെ കിട്ടി. ഒന്നിന്റെ കിട്ടിയിട്ടില്ല. അതിന്റെ നോട്ടാണ് വെച്ച് തരാന്ന് പറഞ്ഞേ. ഡിഫറെന്റ് മെക്കാനിസത്തിന്റെ നോട്ട്സ് ആതിര മിസ് ഇട്ടുതരാന്ന് പറഞ്ഞാൽ ഇതുവരെ ഇട്ടില്ല. അതാണ് കിട്ടാത്തത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ ഡിഫൻസ് മെക്കാനിസം? ഓക്കെ, സോ നമ്മൾ എവിടെയായിരുന്നു? ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അവിടെ നോട്ട് എടുക്കണം. വേറെ ചാപ്റ്റർ അല്ലേ? വേറെ എന്താ പറയാ, ബാച്ചിന്റെ വരുമ്പോഴേക്കും ആ ലെസണിൽ പോയി കിടക്കും. ഈ
അപ്പൊ പിന്നെ അത് എടുക്കാനായിട്ട് പാടാം. സോ മരിയ മോണ്ടിസോറി 4 ഫോർമാറ്റീവ് പ്ലെയിൻസ് ആയിട്ടാണ് 4 ഫോർമാറ്റീവ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ബർത്ത് തുടങ്ങി 24 ഇയേഴ്സ് വരെ, ആ 24 വയസ്സ് വരെയുള്ളതിനെ 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 2 സ്റ്റേജ് ആണ്, ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും. അതിനെ വീണ്ടും 4 പ്ലെയിൻസ് ആയിട്ട്, ചൈൽഡ്ഹുഡിന് 2 അഡൽട്ട്ഹുഡിന് 2 പ്ലെയിൻസും ആയിട്ട് അങ്ങനെ 4 ഫോർമാറ്റീവ് പ്ലെയിൻസ് എന്നുള്ള രീതിയിലാണ്. ഓരോ ഏജിലും കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ജനറലി അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ എടുക്കണം അല്ലെ, അതെടുക്കണം. ഓക്കെ, അത് നമ്മളുടെ 12 ഇയേഴ്സ് വരെ വരുന്ന കാര്യങ്ങളിലായിരുന്നു. അവിടെ നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ പറഞ്ഞിരുന്നു? ഇത് പറഞ്ഞോ, ഒരു ഓർമ്മ പോലെ തോന്നുന്നു. ഓക്കെ, ഫിസിക്കൽ ചേഞ്ചസ് ഡെഫിനറ്റ്ലി ഏതൊരു ഏജിലും ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ട്. അത് മെച്യൂരിറ്റിയിൽ എത്തുമ്പോഴേക്കും മെയിൻ ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് എല്ലാം സീസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു, നല്ല എനർജി, സ്റ്റാമിന കിട്ടും. അവർ പല കാര്യങ്ങളിലും അവരുടെ സ്കില്ല് നല്ല പോലെ തെളിഞ്ഞു വരുന്ന ഒരു ഏജ് ആണ്. പിന്നെ മെന്റൽ ചേഞ്ചസ്, അവരുടെ റീസണിങ്, തോട്ട് പ്രോസസ്, പ്രോബ്ലം സോൾവിങ് എല്ലാം ഈ ഒരു ചേഞ്ചസിൽ വരും. പിന്നെ ഇമോഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടാലൻസ്, അതെല്ലാം വരുന്ന ഒരു സമയമാണ്. പെട്ടെന്ന് ആരെങ്കിലും വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് എന്തെങ്കിലും പറയുമ്പോഴേക്ക് സങ്കടം, ആ ഒരു ഫീല്, അവരെ കാണാതാവുമ്പോ വിഷമം ഒക്കെ, എല്ലാ രീതിയിലുള്ള ഇമോഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നു. പിന്നെ ക്യൂരിയസ് മൈൻഡ്സ്, നമുക്കറിയാം കുഞ്ഞിലെ തുടങ്ങി വൈ, വേർ, വാട്ട് എല്ലാം വൈ ക്വസ്റ്റ്യൻസ് ഭയങ്കര കൂടുതലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ, അതെന്താ ഇങ്ങനെയാകാത്തെ, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കും അല്ലെ. കാരണം അവർക്ക് എല്ലാം അറിയണം. കിളികൾക്ക് എന്താണ് ചിറകുള്ളത്, പൂച്ചയ്ക്ക് എന്താ ഇല്ലാത്ത, അങ്ങനെ കുറെ കാര്യങ്ങൾ. നമ്മളെപ്പോലെ എന്താ സംസാരിക്കാത്ത, കുറെ ക്വസ്റ്റ്യൻസ് ആണ്. ചില പാരന്റ്സ് വളരെ ഭംഗിയായിട്ടത് ഡീൽ ചെയ്യുന്ന കാണാം, അവർ ചോദിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം. ഓക്കെ, നെക്സ്റ്റ് അവരുടെ സോഷ്യലൈസേഷൻ. അവര് സോഷ്യലൈസ് ചെയ്യുന്നു, ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നു, അവരുടെ ഒരു പൾസിന് ചേരുന്നവരെ അവർക്ക് കിട്ടുന്നു. അങ്ങനെ രീതിയിലുള്ള ആ ഒരു സോഷ്യൽ ചേഞ്ചസ്, ആ ഒരു ഫ്രണ്ട് സർക്കിൾ നന്നാവുമ്പോ തന്നെ പിന്നെ നമ്മൾക്ക് പേടിക്കൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു രീതിയിൽ പല കാര്യങ്ങളും, അങ്ങനെയുള്ള സോഷ്യൽ ചേഞ്ചസ് നടക്കുന്നു. അങ്ങനെ പിന്നെ മോറൽ സെൻസ് പറഞ്ഞല്ലോ, നമ്മളുടെ മോറൽ വാല്യൂസ് കൂടുന്നു. മോറൽ വാല്യൂസ് കൂടുന്നത് പലപ്പോഴും നമ്മളുടെ ബിലീഫ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ്, നമ്മുടെ ഫാമിലിയിലെ ആ ഒരു എൻവയോൺമെന്റ്, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻവയോൺമെന്റ്, നമ്മുടെ സൊസൈറ്റിയുടെ പല കാര്യങ്ങളും, അങ്ങനെയാണ് മോറൽ വാല്യൂസ് ഇവരിൽ കൂടുന്നത്. ദെൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു കാര്യങ്ങൾ. ഇത് അവര് ചിലരെ റോൾ മോഡൽ ആക്കുന്നു ഈ ഒരു പ്രായത്തില്. അവർക്ക് റോൾ മോഡൽ ചിലരെ, അതാണ് ചില മൂവീസിലെ ആക്ടേഴ്സ് ഇവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ശരിക്കും നമുക്ക് തോന്നാറുണ്ട് മൂവീസിലെ ഹീറോസ് ഒക്കെ ഇങ്ങനെ സംടൈംസ് റോങ് മെസ്സേജ്, അതായത് ചില മൂവിയിൽ അവർ ഭയങ്കരമായിട്ട് ചെയിൻ സ്മോക്ക് ചെയ്യുന്നു. കുട്ടികളുടെ ധാരണ അതാണ് ഒരു ഹീറോയിസം എന്നുള്ള രീതിയിൽ, അങ്ങനെയൊക്കെ ഒരു റോങ് മെസ്സേജ്, അതിനോടൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു. പിന്നെ ഇപ്പൊ കൂടുതലും മൂവീസിന്റെ വയലൻസ് ആണല്ലോ, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ അത് അങ്ങനെ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ പല പേഴ്സണാലിറ്റീനെയും പല ഹീറോസിനെയും അവരെ ഭയങ്കരമായിട്ട് എന്താ ഒരു ആരാധന, ആ ഒരു രീതിയിൽ. ആരാണോ പാട്ട് പാടുന്നേ? ഉള്ളാലോ. ഓക്കെ, ക്ലാസ് ബോറാവുമ്പോ മൂളിപ്പാട്ട് പാടിയതാണോ? സോറി മാം, ഞാൻ അറിയാണ്ട് അൺമ്യൂട്ട് ചെയ്തു പോയതാ. സോറി മാം. ഇല്ലില്ല, നല്ല പാട്ടായിരുന്നു, നല്ല ടോണായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇത് പഠിപ്പിക്കായിരുന്നു. ഗുഡ് ഗുഡ്. പിന്നെ റിയലിസ്റ്റിക്കും നോൺ റിയലിസ്റ്റിക്കും, അങ്ങനെ അത് അത് തിരിച്ചറിയാനായിട്ട് ശരിക്കും നമ്മള് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക തന്നെ വേണം. അത് ഫാന്റസിയാണ് മൂവി, അതില് ഹീറോ പോലെ ചെയ്യുന്നു. ദാറ്റ് ഇസ് ഫാന്റസി. റിയൽ എന്താണെന്നുള്ളത്, കാരണം എന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ നല്ല പോലെ പഠിക്കും. എബോവ് 95% ആണ് കുട്ടിക്ക് എല്ലാ ക്ലാസ്സുകളിലും. 10th ടോപ്പായിരുന്നു സ്കൂളില്, ഭയങ്കര ലാംഗ്വേജും ഒക്കെ ഉള്ളൊരു കുട്ടി. അവന് ഇവര് +1 +2 ആയപ്പോഴേക്കും ഹോസ്റ്റലിൽ ബോർഡിങ്ങിൽ ചേർത്ത് പഠിപ്പിക്കുവാണ്. കുട്ടിയുടെ തന്നെ ആഗ്രഹം കൊണ്ട് ചേർത്തതാ കേട്ടോ. അവന്റെ ആഗ്രഹം അനുസരിച്ചുള്ള സബ്ജക്ട്
അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് ബോർഡിംഗ് സ്കൂള് അങ്ങനെ അങ്ങനെ. പക്ഷെ ഫസ്റ്റ് ടേമിലൊക്കെ നല്ല മാർക്കായിരുന്നു. പക്ഷെ സെക്കൻഡ് ടേം ആയപ്പോഴേക്കും താഴേക്ക് പോവുമായിരുന്നു മാർക്ക്. അപ്പൊ ഒരു കുട്ടി നല്ല പോലെ വായിക്കും. അപ്പൊ പാരന്റ്സ് എന്താ വിചാരിച്ചത്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനകത്ത് അഡിക്റ്റഡ് അല്ലല്ലോ, വായനയാണല്ലോ. അപ്പൊ ഇവ പറയുന്ന ബുക്കുകളൊക്കെ ഇവരിങ്ങനെ വാങ്ങിച്ചു കൊടുത്തോണ്ടേയിരിക്കും. ഇവനും വാങ്ങും, അല്ലാതെ അങ്ങനെ തന്നെ വായിക്കുന്നത് മുഴുവൻ ഈ ആളുകളുടെ മോട്ടിവേഷൻ അങ്ങനത്തെ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ബുക്ക് ഇവൻ കൂടുതൽ വായിക്കും. ഇപ്പൊ അവൻ വായിക്കുന്നതിലെ ചില ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അക്കാദമിക്സ് ഇല്ല, പക്ഷെ അവർ ഭയങ്കര എന്റർപ്രണർ ആവുന്നു, ബിസിനസ്സുകാരാകുന്നു, അങ്ങനെ അവർക്ക് ഭയങ്കര കോടികളുടെ ആസ്തിയുള്ള ആൾക്കാർ, അങ്ങനെ എങ്ങനെയൊക്കെ വായിച്ചപ്പോ അവൻ പറയുവാണ്, എന്തിനാ പഠിക്കുന്നത്, കൂടി വന്നാ പഠിച്ചു കഴിഞ്ഞാൽ ആരുടെങ്കിലും അണ്ടറിൽ ജോലി ചെയ്യേണ്ടി വരും, ഇത് പഠിച്ചതുകൊണ്ട് എന്താ കിട്ടുന്നത് എന്നുള്ള രീതിയിൽ പാരന്റ്സ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി, എങ്ങനെയൊന്നും ഇത്. അപ്പൊ അങ്ങനെ കുട്ടികള് റിയലിസ്റ്റിക്കും അൺറിയലിസ്റ്റിക്കും ആയിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് എന്താ പറയാ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. ആ സമയത്ത് നമ്മളുടെ ഒരു ഹെൽപ്പ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് ആ ഒരു ടൈമില്. അപ്പൊ ഇങ്ങനെ ബുക്ക് വായിച്ച് അത് വലിയൊരു പ്രശ്ന ടീച്ചർ. അങ്ങനെ കുട്ടികളായി എന്റെ മോപ്പ് അതുപോലത്തെ സ്ഥിതിയാ. ഇപ്പൊ 10ാം ക്ലാസ് 10th പഠിക്കുന്നേ. നല്ല പഠിച്ചിരുന്ന കുട്ടിയാ, എന്നിട്ട് ഇപ്പൊ ബേക്കോട്ടേക്ക് പോണ് പഠിത്തം. എന്ത് കാണിച്ചിട്ടും ഞാനില്ല ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണിച്ചിട്ട് ഒരു സംസാരിച്ചിട്ട് പറഞ്ഞ എന്താ 2 മണിക്കൂർ വേസ്റ്റ് ആയിന്ന് മോൻ പറയാ. അയാള് സംസാരിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് പിന്തിരിയുന്നില്ല. എന്തിനത്ര തോനൊക്കെ പഠിക്കണേ, ഇത്രയൊക്കെ ബുദ്ധിമുട്ടി പഠിക്കണേന്നാ ചോദിക്കണേ. ശരി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കുട്ടികൾ ഇതിങ്ങനെ പറയുമ്പോഴേ എല്ലാരും കോടീശ്വരനാവുന്നില്ലല്ലോ. അതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്ത് പറഞ്ഞിട്ട് ഓർക്ക് ഇങ്ങോട്ട് അതിനെ വലിയ ന്യായങ്ങൾ ഇങ്ങോട്ട് പറയാണ്ട് നമ്മൾ ഉത്തരം മുട്ടിപ്പോവാ പറയുമ്പോ അവര് പറയുമ്പോ. അപ്പൊ ഇത് ശരിക്കും ഈ കുട്ടികളെ ഒരു ചില ക്ലാസ്സുകൾക്ക് കൊണ്ടുപോകണം. ക്ലാസ്സുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലെക്ചർ ക്ലാസ് പോലത്തെ ക്ലാസ്സുകളല്ല, ഇവരുടെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വലിക്കണ രീതിയിലുള്ള കുളത്തി വലിക്കണ പോലത്തെ ചില ക്ലാസ്സുകൾക്ക് കൊണ്ടുപോകുമ്പോൾ ആണ് ഈ പിള്ളേരിൽ ഇത് കിട്ടുള്ളൂ. പക്ഷെ അത് നല്ല പോലെ ചെയ്യുന്നവരുടെ അടുത്ത് തന്നെ കൊണ്ടുപോകണം. എനിക്ക് അറിയാവുന്ന ഒരു സാർ ഉണ്ട്, സാർ കോട്ടയത്താണ് കേട്ടോ, നോട്ടി സാർ എന്ന പേര്. സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കുട്ടികളെ സ്പോൺസർ ചെയ്യണം. ആ ഒരു ഉദ്ദേശത്തില് സാർ ഫിനാൻഷ്യലി ഒത്തിരി ബാക്ക്വേർഡ് ആയ കുറെ കുട്ടികളെ അവരൊരു 8ാം ക്ലാസ്സിലാവുമ്പോ ഇവരെ അങ്ങോട്ട് സെലക്ട് ചെയ്യും. ഒരു ഗ്രൂപ്പ്, ഒരു 10-30 പിള്ളേരെ സെലക്ട് ചെയ്തിട്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സെഷൻസ് പല ആളുകളെ കൊണ്ടുവന്ന് ഇതുപോലെ അവർക്ക് സെഷൻസ് കൊടുക്കും. ഇത് ഭംഗിയായിട്ട് പിള്ളേർ ഓരോ കാര്യങ്ങൾ ചെയ്യണേന്നറിയും. അവരിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന തിരിച്ചറിവ് അതൊക്കെ നല്ല. ഞാൻ അതിനൊക്കെ ഒബ്സർവർ ആയിട്ട് പോയിട്ടുണ്ട് ഈ ക്ലാസ്സിന്. അപ്പൊ കുട്ടികളെ കൊണ്ട് ഓരോന്നും ഇപ്പോഴത്തെ ആ ഒരു ജനറേഷന്റെ ഇത് കാരണം ഇങ്ങനെയുള്ള ലെവലിലുള്ള ഓരോ സെഷൻസ് കൊടുക്കുമ്പോഴാണ് ഇവരിൽ ഇതിങ്ങനെ ശരിയാണല്ലോ അവർ തന്നെ ചിന്തിക്കുക, ഇത് ഇങ്ങനെയാണല്ലോ, അങ്ങനെ ശരിയാണല്ലോ. അല്ലാണ്ട് നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ്സിനോ അല്ലാത്തതിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ശ്രദ്ധിക്കില്ല. ഇപ്പൊ മോൻ 2 മണിക്കൂർ വേസ്റ്റ് ആയെന്ന് പറയണ പോലെ ഒരു ദിവസം വേസ്റ്റ് ആയെന്നേ പറയുള്ളൂ, ഒരു ദിവസത്തെ ക്ലാസ് ആണെങ്കിൽ കൂടി. ഇങ്ങനെ സെഷൻസ് കൊടുക്കുന്ന കുറേ പ്രൊഫഷണൽസ് ഉണ്ട് കേട്ടോ, ഭയങ്കര നല്ല. ഇതെന്ന് പറഞ്ഞാൽ സാർ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് സെഷൻസ് കൊടുക്കുന്നു. അപ്പൊ വെക്കേഷൻ ടൈമിലൊക്കെ 3 ദിവസത്തെ ഒരു ക്യാമ്പ് പോലെയാണ് നടത്തുന്നത്. അവിടെ കുട്ടികളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫുഡെല്ലാം അവിടെ അറേഞ്ച് ചെയ്യും, പക്ഷെ അവരതെല്ലാം ക്ലീൻ ചെയ്യുന്നു, വിളമ്പുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചെയ്യും. അവര് തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. പാരന്റ്സ് കൊണ്ടുവന്നാക്കും, പാരന്റ്സ് തിരിച്ചു പോവും. ലാസ്റ്റ് ഡേ ആയിരിക്കും പാരന്റ്സ് വരുന്നത്. ചില സമയത്ത് പാരന്റ്സ് വരുന്ന ടൈമിൽ പാരന്റ്സും കുട്ടികളുമായിട്ടുള്ള സെഷൻസ് വെക്കും. അതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ചില സെഷൻസ് ആണ്. പിന്നെ രാത്രി വൈകിട്ട് 6 o'clock വരെയൊക്കെയാണ് സെഷൻസ് എങ്കിൽ രാത്രി പിന്നെ റിക്രിയേഷനാ, കളികളും പാട്ടും അങ്ങനെ. അപ്പൊ അതും കുട്ടികളെ തന്നെ ഏൽപ്പിക്കും, നമ്മളായിട്ട് ലീഡ് ചെയ്യില്ല. അവരാണ് എല്ലാ കാര്യവും ലീഡ് ചെയ്യുന്നത്. ഓരോ പ്രോഗ്രാം ആര് അവതരിപ്പിക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു 3 days കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആണ്. ബട്ടർഫ്ലൈ എഫക്ട് എന്നാ പറയുന്നത്. ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറഞ്ഞാലും കാറ്റർപില്ലറിൽ നിന്ന് അവരങ്ങ് ബട്ടർഫ്ലൈ ആയി മാറുക. ആ ഒരു സെഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതിന്റെ ഭാഗമൊക്കെ ആവാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും അവിടെ ഭയങ്കര രസമാണ് മക്കള് മാറുന്നത്. ഭയങ്കര ചിലപ്പോ അജിറ്റേറ്റീവ് ആയിട്ട് വയലന്റ് ആയിട്ടൊക്കെ വരുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അവരിലൊക്കെ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു സാറ് പല സ്കൂളുകളിൽ ഈ സെഷൻസ് ചെയ്യുമായിരുന്നു. കൊറോണ സമയത്ത് ഓൺലൈൻ ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും വടക്ക് ഏരിയയിലാണ്, അതായത് മലപ്പുറത്ത് ഇത് നല്ല ഭംഗിയായിട്ട് നടക്കാറുണ്ട്. പിന്നെ മലപ്പുറം ഏരിയയിലാണ് അത് കൂടുതൽ നല്ല. കാരണം മലപ്പുറം എന്ന് പറഞ്ഞത് വേറൊരു
വേറൊരു രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ബുക്കുകൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനേക്കാളും ബുക്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ എന്താ പറയാ, ഓരോ വീടുകളിലെ ലൈബ്രറി, അങ്ങനത്തെ കുറെ കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം അവിടെ അങ്ങനെ വായനാക്കൂട്ടോ വായനാക്കളരിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈവനിങ്ങിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നടക്കാറില്ലേ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. മലപ്പുറം അതൊരു ഡിഫറെന്റ് ആണ്. അവിടെ കഴിഞ്ഞ ഒരു ഇതുപോലത്തെ ക്യാമ്പ് മലപ്പുറത്ത് വെച്ചായിരുന്നു. അപ്പൊ നമ്മളുടെ മക്കളെ അങ്ങനെയൊക്കെ എവിടെയെങ്കിലൊക്കെ ആക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. കുറേ ചെയ്യുന്ന ഫെസിലിറ്റേറ്റർമാരുണ്ട്, എനിക്ക് പരിചയമുണ്ട് കുറെ പേരൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. മലപ്പുറത്താണ് അവർ കൂടുതലും. മലപ്പുറം, പാലക്കാട് റൂറൽ ഏരിയ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. ഞങ്ങൾ മലപ്പുറം കോഴിക്കോട് ബോർഡറാ, രാമനാട്ടുകര. അപ്പൊ അത് നല്ലതായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ, ആ പ്രോഗ്രാംസ് എല്ലാം. ആ ഒരു സമ്മർ വെക്കേഷനിലൊക്കെ നടക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ ആ ഒരു ഇതിലേക്ക് കൊണ്ടു ചെല്ലുവാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും, നല്ലതാണ്. അല്ലാതെ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് അങ്ങനെയൊക്കെ കൊണ്ടാക്കി ഇവരെ ശ്രദ്ധിക്കേയില്ല. അവർക്ക് വേണ്ടത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. വേണം തോന്നണത് ഭയങ്കര സാധനങ്ങളാണ്. അങ്ങനത്തെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മളും കുട്ടികളോടുള്ള അപ്രോച്ച് നമുക്ക് മാറും. ജീവിതം എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ളതാണ്, ഏത് നേരം പുസ്തകം വായിക്കാനുള്ളതല്ല, പഠിച്ചിരിക്കുകയല്ല. എന്താണ് ഡോക്ടർ എഞ്ചിനീയറോ എൻട്രൻസോ ഒക്കെ എഴുതുന്നവർക്കാണ് അങ്ങനെയൊക്കെ കുത്തിരുന്ന് പഠിക്കേണ്ട ആവശ്യമുള്ളൂ, അത്രയും മാർക്ക് വാങ്ങേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെ പറയാം. ജീവിതം എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? വായിച്ചോളൂ, ആരാ വായിക്കാൻ റെഡി ആയിട്ടുള്ളത്? ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ഒക്കെ വായിച്ചോളൂ. ഡെവലപ്മെന്റ് കുറെ മീഡിയാസിന്റെ ഇൻഫ്ലുവൻസ് ആണ് കുറെയൊക്കെ. ഓക്കെ, സോ ഇമാജിനേഷൻ, കുട്ടികൾക്ക് ഇമാജിനേഷൻ വേണമെന്ന് പറയും. നിങ്ങൾ ഡിഫൻസ് മെക്കാനിസത്തിൽ പഠിച്ചിട്ടുണ്ട്, ഫാന്റസി, ഡേ ഡ്രീമിങ്, അങ്ങനെ ഒരു വിഡ്രോവൽ, അതിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അപ് ടു സർട്ടൺ ലിമിറ്റ് ഡിഫൻസ് മെക്കാനിസം ഈസ് വെരി ഗുഡ്. ഇപ്പൊ എന്റെ മുന്നിൽ വന്നിട്ട് ഒരാള് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ്, ഞാനും അതേ സെയിം കോയിനിൽ തിരിച്ച് ഷൗട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ ആകെ പ്രശ്നം, യുദ്ധമായി. അതേസമയം ഞാൻ സബ്മിസീവ് ആയിട്ട് നിന്ന് മിണ്ടാതിരുന്ന് ഈ ഷൗട്ട് ചെയ്ത ആളൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പറയാനുള്ള കാര്യം ഒന്ന് പറയാനുള്ളത്. സോ ദാറ്റ് ഇസ് എ ഡിഫൻസ് മെക്കാനിസം. നമ്മൾ വിഡ്രോ ചെയ്ത് നിൽക്കും. അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ആണ്. പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് ഒരു എക്സാം വരുന്നു, നമ്മുടെ ലൈഫിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. സോ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം ആ എക്സാമിന് വന്നു, എനിക്ക് നല്ലതുപോലെ അത് എഴുതാൻ പറ്റി, എനിക്ക് അത് ജോബിനുള്ള ചാൻസസ് ആയി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഇമാജിനേഷൻ ഇരിക്കുക. ശരിക്കും അത് ഫാന്റസി ആണ്, ബട്ട് വി ക്യാൻ മേക്ക് ഇറ്റ് റിയൽ അല്ലെ? നമ്മളപ്പോ വീണ്ടും ഫാന്റസി തന്നെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് എക്സാമിന് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മളൊരു തോട്ട് വരിക, ഓക്കെ അപ്പൊ ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ആ എക്സാം എഴുതാൻ പറ്റും. സോ നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങുന്നു. സോ ദാറ്റ് ഡിഫൻസ് മെക്കാനിസം ഇസ് വെരി ഗുഡ്. അപ്പം ചില ഡിഫൻസ് മെക്കാനിസം എല്ലാം പോസിറ്റീവ് തന്നെയാണ്, ബട്ട് ചിലത് അത് വേണ്ടാത്ത രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം വരും. പ്രത്യേകിച്ചും പാരന്റ്സ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വരെ കുട്ടികളെ വഴക്ക് പറയും. കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്ഥിരം സംഭവിക്കുന്ന പെൻസിൽ പോവും, റബ്ബർ പോവും, സ്കെയില് പോവും. വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ കൈ മലർത്തും. അപ്പൊ വഴക്ക് പറയാണെന്ന് വിചാരിച്ചു. സോ കുട്ടി പിന്നെ ഹൈഡ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഭയങ്കര കഥകൾ പറയും. ഈ പെൻസിൽ പോയതിനും റബ്ബർ പോയതിനും സ്കെയില് പോയതിനൊക്കെ ഭയങ്കര കഥയുണ്ടാവും. സോ ദാറ്റ് ഇസ്, അത് അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അവരുടെ ഇമാജിനേഷൻ, ആ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഭയങ്കര സ്റ്റോറീസ് പറയും. അത് ലൈസ് ഇതാണെങ്കിലും അവരുടെ ആ ഒരു ഇമാജിനേഷൻ പവർ നമ്മൾ നല്ല രീതിയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ക്രിയേറ്റീവ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗുഡ്. അതേസമയം റിയൽ അല്ലാത്ത കാര്യങ്ങള്, ഫാന്റസി അങ്ങനത്തെയൊക്കെ ആകുമ്പോഴേക്കും അത് ശരിക്കും അതൊരു മോറൽ സൈഡിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കള്ളങ്ങൾ കൂടുതൽ പറയുന്നുണ്ടല്ലോ, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, കഥ പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ മോറൽ വാല്യൂസിനെ ബാധിക്കും. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ കുട്ടികളിൽ വരും. അത് ഡിഫൻസ് മെക്കാനിസത്തിൽ ശരിക്കും നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഇമാജിനേഷൻ, അവരുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ റിലേറ്റ് ചെയ്യാനായിട്ടും പറ്റും. കുഞ്ഞിലെ കുട്ടികൾ ഭയങ്കര കഥ പറച്ചിലൊക്കെ കാണുമല്ലോ, അത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു കഴിയുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ തന്നെ സ്കില്ലിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മറിയാം മോണ്ടിസോറി പറയുന്ന തേർഡ് പീരീഡ്, അഡൽട്ട്ഹുഡിലെ ഫസ്റ്റ് പ്ലെയിൻ, 4 ഫോർമേറ്റ് അഡൽട്ട്ഹുഡിലെ ആദ്യത്തെ പ്ലെയിൻ, 12 to 18 years. ഭയങ്കര ഒരു ഏജ് അല്ലെ, ടീനേജ് എന്ന് പറയുന്നത്. ആ ഒരു ടീനേജിന്റെ ഭയങ്കരമായ ഏജ് 12 to 18 years. പലപ്പോഴും കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ട് പാരന്റ്സ് കിടന്നു
പക്ഷെ ഇത്ര ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന ഒരു പ്രായം. പക്ഷെ ചിലര് വളരെ കൂളാണ്, ഓക്കെയാണ്. അപ്പം നമ്മളും മാറണം ആ ഒരു പീരീഡ് ആവുമ്പോഴേക്കും. കാരണം നമുക്കറിയാം ഇത് ഇവരുടെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്ന ഒരു പീരീഡാണ്. സോ അപ്പൊ നമ്മളും മാറണം. നമ്മളും മാറുമ്പോൾ അത് കുറച്ച് സ്മൂത്ത് ആവും ആ റിലേഷൻഷിപ്പ്. അതേസമയം അവരെ കൺട്രോൾ ചെയ്യുന്നു, നീ ചെയ്തത് ശരിയായില്ല, അങ്ങനെ ഭയങ്കര കൺട്രോളിങ് ഒക്കെ വരുമ്പോഴേക്കും അവർക്കും അതൊരു വാശി പോലെ ആ ഒരു രീതിയിലൊക്കെ വരും. 12 to 18 years പലപ്പോഴും ഔട്ട്സൈഡിലുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് വരുമ്പോഴും കുട്ടികൾ നമ്മളോട് ഒരു വല്ലാത്ത രീതിയിൽ പെരുമാറാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ ഓൾവേസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യാം അവരുടെ കോണ്ടാക്ട്സ്. അവര് ഈവൻ ദോ നമ്മളുടെ ഫാമിലിയിലുള്ളവരാണെങ്കിലും ശരി, അല്ലാതെ റിലേറ്റീവ്സ് പുറത്തുള്ളവരാണെങ്കിലും ശരി, നമ്മളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നവരാണെങ്കിലും, കുട്ടികൾ പോകുന്ന സ്കൂളിലാണെങ്കിലും നമ്മൾക്കറിയണം അവരുടെ ഒരു റിലേഷൻഷിപ്സ്, ക്ലോസ്നെസ് ആരുമായിട്ടാണ് എങ്ങനെയാണെന്നുള്ളത്. അവർക്ക് നമ്മളോട് ഓപ്പൺ അപ്പ് ആയിട്ട് എല്ലാം പറയാനായിട്ട് പറ്റണം. കുട്ടികൾ ഓൾമോസ്റ്റ് ഹൈഡ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പ്രായം. ഹൈഡ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം പറയണമെങ്കിൽ അതിനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഓക്കെ ഓക്കെ ഈ ഒരു കാര്യം, ഈ ഒരു പീരീഡ് ആരാ വായിക്കുക? ആരെങ്കിലും വായിക്കാൻ റെഡി ഉണ്ടോ? 12 to 18 years. മാം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണോ അത്? ആണോ പറഞ്ഞോ? അല്ല, പറഞ്ഞതാണോ ഇപ്പൊ? അത് ഞാൻ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത് ഈ ഒരു ഏജില് കുട്ടികളുടെ ആ ഒരു വ്യത്യാസങ്ങള്, കുട്ടികള് പാരന്റ്സിനോട് പെരുമാറുന്നതിന്റെ രീതികൾ ഞാൻ വായിച്ചതല്ല. ഞാൻ അതിന്റെ ഒരു ഇത് പറഞ്ഞതാ. അതിലുള്ള PDF കണ്ടന്റ് ഞാൻ വായിച്ചിട്ടില്ല. ഓക്കെ, ആരെങ്കിലും വായിക്കുവാണെങ്കിൽ വായിച്ചോളൂ. ഞാൻ വായിക്കാം. Development of imagination and creativity. According to Maria Montessori, there are inborn powers in the child which develops as his mental abilities are developed through his experience as he grows. The child needs practical and ordered perceptions of his environment to be capable of selecting and growing process necessary for creative endurance. She believed that to help the child organize his perceptions, he should be free to join with an environment which should be real, beautiful, and harmonious. This explains എവിടെയായിരുന്നു വായിച്ചത്? തേർഡ് പീരീഡ് എല്ലാം വായിച്ചേ? development of imagination and creativity അല്ലേ? ഇതല്ലായിരുന്നു ഞാൻ ഇപ്പം ഷെയർ ചെയ്തിട്ടുള്ള ഭാഗമല്ല. അതിന് മിസ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എടുത്തിട്ടില്ല. ആ പീരീഡ് എടുക്കാനായിട്ട് അതിന് മുമ്പത്തെ എടുത്തിട്ടില്ല. മിസ്സേ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാന് അല്ലേ? അതെ, ഇതല്ല അല്ല ദൈവമേ, കാരണം 4 ബാച്ചിനെങ്ങാണ്ടും സെയിം ടോപ്പിക്കാ. ഞാൻ ടൈപ്പ് ചെയ്തിരുന്നു, മിസ് കണ്ടില്ല തോന്നുന്നു. കാരണം ഞാൻ എന്റെ ഞങ്ങള് പറഞ്ഞത് ഈ ഭാഗമാണ്. അത് മിസ് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് വിചാരിച്ചു ഈ ഭാഗത്ത് മിസ് എക്സ്പ്ലെയിൻ എനിക്ക് മനസ്സിലായി മിസ് ഇതല്ല പറയണെന്ന്. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്തു, അപ്പോൾ മിസ് കാണുന്നില്ല. അതെന്താന്നറിയോ, എന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലൂസ് പേപ്പേഴ്സ് ആയിട്ട് ഇരിക്കുക. അത് പിൻ ചെയ്യണമായിരുന്നു. പിൻ എന്റെ സൈഡിലില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഷെയർ ചെയ്യുന്ന സ്ക്രീൻ നോക്കി. അപ്പൊ എനിക്ക് കാണുന്നില്ല നിങ്ങളുടെ മെസ്സേജ് ഒന്നും വരുന്നത്. സോറി കേട്ടോ. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എടുത്തിട്ടില്ല. ഓക്കെ, ക്ലാസ് കട്ടായി പോകുന്നുണ്ടോ ആർക്കെങ്കിലും? രാഗി ചേച്ചി പറഞ്ഞിരുന്നു ക്ലാസ് കട്ടായി പോവണ്ടെന്ന്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ കേൾക്കാൻ? ഇല്ല മിസ്, എനിക്കങ്ങനെ പ്രശ്നമില്ല. ഞാൻ എവിടെന്നാ എടുക്കട്ടെ? മീൻസ് നമ്മൾ എവിടെന്നാ നോക്കേണ്ടത്? ഈ പീരീഡ് ഓരോന്നായിട്ട് തുടങ്ങിയിരുന്നോ? ഇല്ല മിസ്സേ, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ് അതുള്ളത് എടുത്തത്. ഈ ടേബിൾ ഒന്നും എടുത്തിട്ടില്ല? എടുത്തിട്ടില്ല. ഇല്ല, അതൊന്നും എടുത്തിട്ടില്ല. നിങ്ങളുടെ മുമ്പിലുള്ള ബാച്ചിനാണ് എടുത്തിട്ടുള്ളത്. വെരി സോറി. എനിക്ക് ഏത് ഭാഗം പറഞ്ഞത് ഇത് തന്നെയാണ്. ഡിഫൻസ് മെക്കാനിസം ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളില് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും വരും. ദാറ്റ് ഈസ് ലൈക്ക് അവര് പുതിയ അവരുടെ സ്കില്ലിലേക്കുള്ളൊരു പാത്ത് എന്ന് തന്നെ പറയാം ഈ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി. അത്
ഇവരുടെ സ്കില്ല് കണ്ടെത്തി ഇവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി അതിലേക്ക് തിരിച്ചുവിടാനായിട്ട് പറ്റണം. ഇതെല്ലാം ഇൻബോൺ ആയിട്ടുള്ള പവേഴ്സ്. ഞാൻ പറഞ്ഞില്ല, ഒരു വൈറ്റൽ എനർജി എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ എനർജി കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അവരുടെ ലൈഫിലെ ഒരു ഗോളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് വളരും തോറും കുട്ടികളിലെ ഈ എബിലിറ്റീസും വളർന്നുകൊണ്ടിരിക്കുക, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവർ വളരും തോറും. ഓക്കെ, ഫൈൻ. പിന്നെ എൻവിയോൺമെന്റിലെ പലതും, ഇപ്പം 10 കുട്ടികളെ നമ്മളൊരു ഗാർഡനിലേക്ക് വിടുമെന്ന് വിചാരിച്ചു. ആ ഗാർഡനിൽ നിറയെ ബട്ടർഫ്ലൈ ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള മരങ്ങളുണ്ട്. ഇവരോട് അതൊന്നൊരു ഹാഫ് ആൻ അവർ ആ ഗാർഡനിൽ മുഴുവൻ നടന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്ന് ഓരോരുത്തരോടായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഓരോരുത്തരുടെയും പെർസെപ്ഷൻസും പലതായിരിക്കും. അവർ ഓരോരുത്തരും കണ്ടത്, ചില കുട്ടികൾ വളരെ പോയറ്റിക് ആയിട്ട് ചിലത് എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും. ചിലർ ഇപ്പൊ ഫ്രൂട്ട്സിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ചിലർ ഫ്ലവേഴ്സിനായിരിക്കും, ചിലർ അവിടെ കണ്ട ബട്ടർഫ്ലൈ അല്ലെങ്കിൽ തുമ്പി, അങ്ങനെ ചെറിയ ചെറിയ ജീവികള് നിലത്തൂടെ എഴുതുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് കുട്ടികളെ ഒന്ന് എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇവരുടെ പെർസെപ്ഷൻസ്, അവരുടെ വ്യൂ, അവർ കാണുന്ന, ഓരോരുത്തരും കാണുന്ന കാഴ്ച അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഇവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ, അപ്പോഴാണ് ഇവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും വരുള്ളൂ. അപ്പൊ ഇതെല്ലാം ഞാനിപ്പോ പറഞ്ഞ ക്യാമ്പുകളിലൊക്കെ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കാറുണ്ട് കുട്ടികളിൽ. അവിടെ ഇവരെ കൊണ്ട് പറയിക്കുകയല്ല ചെയ്യുന്നത്, ഇവരെ കൊണ്ട് എഴുതിക്കും. കാരണം കുട്ടികളുടെ ഒരു രീതി എന്താ, ഒരാള് പറയുമ്പോൾ അത് തന്നെ അടുത്ത ആള് ഒരു കോപ്പി ക്യാറ്റ്, അങ്ങനത്തെ ഒരു രീതി വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇൻഡിവിജ്വലി എഴുതിക്കും. എഴുതിച്ചിട്ട് അത് നമ്മൾ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ അതല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കും. എന്നിട്ട് അതിൽ നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന കാര്യം നമ്മൾ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതാണ് കുട്ടികളുടെ കാഴ്ചപ്പാട് വളരെ ഡിഫറെന്റ് ആണ്. അവര് പുറം ലോകം കാണുന്നത്, അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നും. അപ്പൊ ഈ ഒരു ഇവരുടെ വ്യൂസ്, ഇവരുടെ പെർസെപ്ഷൻസ്, ഇവരെന്താണ് കാണുന്നത്, അത് ആണ് കുട്ടിയുടെ സ്കില്ല്, അവനിൽ എന്ത് ക്രിയേറ്റിവിറ്റി അത് വരുത്താനായിട്ട് പറ്റും എന്നുള്ളത്. പിന്നെ ഇത് ക്രിയേറ്റീവ് ആകണമെങ്കിൽ നമ്മൾ ശരിക്കും 3 ക്വാളിറ്റീസ് ഫോസ്റ്റർ ചെയ്യണം. ശരിക്കും 3 ക്വാളിറ്റീസ് തന്നെയല്ല, പല പല ക്വാളിറ്റീസ് ഇൻബോൺ ആയിട്ട് അവർക്കുണ്ട്. അപ്പൊ ക്രിയേറ്റീവ് ആകാൻ അത് അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടും. ദ പവർ ഓഫ് അറ്റൻഷൻ, ഇവര് ശ്രദ്ധിക്കുന്നത്. നമ്മൾ പല ബ്രെയിൻ എക്സസൈസ്, മെമ്മറി ഗെയിംസ് അതെല്ലാം കുട്ടികളെ ഈ ഒരു പ്രായത്തിൽ ചെയ്യിക്കാറുണ്ട്. അവരുടെ കോൺസെൻട്രേഷൻ, പിന്നെ ഓട്ടോണമി, ദാറ്റ് മീൻസ് അവർ സെൽഫായിട്ട് തന്നെ ചെയ്യുന്നത്, ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. പിന്നെ ജഡ്ജ്മെന്റ് എപ്പോഴും അവരുടെ ഒരു സെൽഫ് ജഡ്ജ്മെന്റ് ആയിരിക്കണം. അപ്പൊ അത് അവർക്ക് എല്ലാത്തിനുള്ള ഫ്രീഡം കൊടുക്കണം, അവരുടെ ഓൺ ഡിസിഷൻസ് എടുക്കാനും. പിന്നെ ട്രൂത്ത്, റിയാലിറ്റി അത് ആയിരിക്കണം കണക്ട് ചെയ്ത് വരേണ്ടത്. റിയാലിറ്റിയുമായിട്ട് ഇവരെ എക്സ്പോസ് ചെയ്യിക്കണം. അപ്പൊ അവർക്ക് നാച്ചുറൽ അല്ലാത്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇവരെ കണക്ട് ചെയ്യിക്കുക, ഇവരെ ക്രിയേറ്റീവ് ആക്കാനായിട്ട് 3 ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് അവരുടെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് അവരുടെ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് അവർ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുന്നത്, പവർ ഓഫ് അറ്റൻഷൻ, അതും കോൺസെൻട്രേഷനും. പിന്നെ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. അവർക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് ചില സമയത്ത് കുട്ടികൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ. കുട്ടികൾ പറയുന്നത് ചിലപ്പോൾ കറക്റ്റ് ആയിരുന്നിരിക്കാം, പക്ഷെ പലപ്പോഴും എൽഡേഴ്സ് എന്താ, നീ അത് പറയാനുള്ള പ്രായമായിട്ടില്ല, അങ്ങനെയൊക്കെ കുട്ടികളോട് സംസാരിക്കാറില്ലേ. കുട്ടികളാണെങ്കിലും അവർക്ക് ജഡ്ജ്, അത് റിയൽ ആയിട്ടുള്ള ട്രൂത്ത് പറയാനായിട്ട് അവരുടെ ആ ഒരു ധൈര്യം അവർക്ക് നമ്മൾ ആക്കി തന്നെ കൊടുക്കണം. അത് ശരിയല്ല, ഇതാണെന്ന് അവർ പറയുമ്പോൾ നീയാണ് ശരിയല്ലാത്തെന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവൻ പറയുന്ന ശരി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. പലപ്പോഴും പ്രായമായിട്ട് അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒക്കെ ഈഗോ പ്രശ്നം വരും ഇങ്ങനെ. പക്ഷെ ഇപ്പൊ ഒത്തിരി പാരന്റ്സ് മാറിയിട്ടുണ്ട്, കാരണം അവർക്ക് കുട്ടികളുടെ പല കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ അവര് കുട്ടികൾ ഇങ്ങനെ പറയാം അത് ശരിയല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. കാരണം ഇപ്പൊ നമ്മള് കുട്ടികളോട് ചില കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കുമ്പോൾ അവര് നല്ല പോലെ അതിനൊരു ക്ലാരിറ്റി ആയിട്ടൊരു മറുപടി നമുക്ക് കിട്ടും. ഞാൻ പലപ്പോഴും ഇവിടെ മോളോട് ചോദിക്കാറുണ്ട്, ഇതിങ്ങനെയാ, ഞാൻ എന്ത് ചെയ്യണം. കാരണം ഒരു ദിവസം എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു
ഞങ്ങൾ ചെറുപ്പം തുടങ്ങി നഴ്സറി ക്ലാസ് തുടങ്ങി 10th വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. 12 years. ഒരു ബോയ് ആയിരുന്നു. 2 ചേച്ചിമാർ ആൾക്കുണ്ടായിരുന്നു. ചേച്ചിമാരുമായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ നല്ല ക്ലോസാ. എന്റെ വീടിനടുത്താണ്. അപ്പൊ അങ്ങനെ അതിന്റെ അച്ഛൻ മരിച്ചുപോയി. ആ മരിച്ചത് തലേ ദിവസം, പിറ്റേ ദിവസം 3 o'clock ക്രിമേഷൻ. അപ്പൊ എനിക്ക് അന്ന് നമ്മുടെ ക്ലാസ്സസ് ഉണ്ട്, ക്ലാസ്സും ഉണ്ട്. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയും വേണം, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയും വേണം ഒരു കാര്യത്തിന് ഒരു ടീച്ചറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഹെൽപ്പ് ചെയ്യുന്നത് ലേറ്റ് ആക്കാൻ പറ്റില്ല, അതാണ് അവിടുത്തെ ഒരു ഫാക്ടർ. എനിക്ക് 1 hour കൂടുതൽ യാത്ര ചെയ്താലാണ് ഫ്രണ്ടിന്റെ വീട്ടിലെത്താൻ പറ്റും. സോ മോർണിംഗ് ഒരു ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്യണം. മോർണിംഗ് ക്ലാസ് 11:30 കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ബസ് എടുത്ത് അവിടെ എത്തുമ്പോഴേക്കും 2 മണിയെങ്കിലും ആവും. 3 മണിക്കുള്ളിൽ എനിക്ക് അതിന്റെ ഫാദറിനെ കണ്ട് തിരിച്ചു പോരാന്നൊക്കെ ആദ്യം പ്ലാൻ ചെയ്തു. അപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചത്. അതിന്റെ മുമ്പിലത്തെ ആഴ്ച ഞാൻ വരാന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയില്ല. അപ്പൊ ആ ഡേയിൽ ചെല്ലാന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും ഞാൻ ആ ഡേയിൽ എങ്ങനെയാ പോവാതിരിക്കണം. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. കാരണം ലാസ്റ്റ് വീക്ക് പോവാന്ന് വിചാരിച്ചാൽ അത് എനിക്ക് അന്നത്തെ എന്റെ ആരോഗ്യസ്ഥിതി കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. ഇനി ലേറ്റ് ആയാൽ എനിക്ക് വീണ്ടും ഒരു 1 week കൂടെ കഴിയണം, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ തിരക്കാം പോവാനായിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവള് പറഞ്ഞു, അമ്മ ആ ഫ്രണ്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാനാ, അതാദ്യം ചെയ്യൂ, മറ്റേത് നമുക്ക് പോകാലോ. അമ്മ ചെയ്യുന്ന ഡ്യൂട്ടീസ് ആ അച്ഛൻ മരിച്ച ആ ഫ്രണ്ടിന് നല്ലപോലെ അറിയാം, അപ്പൊ ആൾക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെ ഞാനത് ചെയ്തു. പക്ഷെ ഇതില് വേറൊരു കാര്യം എന്താ വെച്ചാല്, ഈ പയ്യന്റെ അച്ഛൻ മരിച്ചതിന്റെ ബാക്കി ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അവര് അടിയന്തരം നടത്തുവാണ്. നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടാവുമല്ലോ അടിയന്തരം എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്നെ വിളിച്ചു. അതിനു മുമ്പ് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിലും അവരുടെ ആ സമയത്ത് ഒരു ഇമോഷൻസ് കൂടുതലൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ അടിയന്തരത്തിന് വിളിച്ചപ്പോഴേക്കും ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് അന്ന് ഇങ്ങനെ വരാൻ പറ്റാത്തതിന് കുറച്ചുകൂടെ സംസാരിക്കാൻ സമയം കിട്ടി, പറ്റാത്തതിന്റെ കാരണം പറഞ്ഞു. അപ്പൊ എന്നോട് പറയും, ഞാൻ വിചാരിച്ചു ജിഷ എന്താ വരാത്തേന്ന്. അപ്പൊ അച്ഛൻ മരിച്ച സമയത്ത് മേ ബി കുറെ പേര് കാണണം എന്നും അവരുടെ ലോസ് ആണല്ലോ കാണുന്നത്. അത് കേട്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. കാരണം നമ്മളെ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ വന്നില്ല എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ജിഷ എന്താ വരാതിരുന്നത്, ജിഷ എന്തെങ്കിലും തിരക്കിൽ പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾക്ക് മനസ്സിലാവില്ല, ചില ആളുകൾ നമ്മളെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വിചാരിച്ചിരിക്കും. പക്ഷെ ഞാൻ അന്ന് എനിക്ക് സമാധാനമുള്ള കാര്യം എന്താ വെച്ചാൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എനിക്ക് മാക്സിമം അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റി. സോ അക്കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. പോകാൻ പറ്റിയില്ല എന്നുള്ളതിൽ വിഷമമുണ്ട്. ബട്ട് പിന്നീട് സംസാരിച്ചു കഴിഞ്ഞപ്പോ നമ്മളുടെ ആ ഒരു ഇത് പോയി. അപ്പൊ അതാണ് ഇത്, നമ്മുടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ചില സമയത്ത് ചില ഒപ്പീനിയൻസ് ഒക്കെ കിട്ടും. അവര് ചെറുതല്ലേ, അവർക്ക് എന്തറിയാം, അല്ലെങ്കിൽ അവരത് പറയാനായിട്ടില്ല, അതിനുള്ള പ്രായമായിട്ടില്ല എന്നൊക്കെ നമ്മൾ അവരെ പറയും. പക്ഷെ അതല്ല, അവർക്ക് ദേ നോ മോർ ദാൻ അസ്. അവർക്ക് ഭയങ്കര ക്ലാരിറ്റിയാ ചില കാര്യങ്ങളിൽ, എല്ലാത്തിലും നല്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് നമ്മുടെ അടുത്തും വരും, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവൂ, ഇപ്പൊ പഠിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിച്ചാൽ ശരിയാവൂ, അല്ലെങ്കിൽ എനിക്കിത് മുഴുവൻ പഠിക്കാൻ പറ്റില്ല, എക്സാം എടുത്തു എനിക്ക് കുറെ ഉണ്ടാവുമല്ലോ ഈ പിള്ളേർക്കൊക്കെ പഠിക്കാൻ, അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ കുഴപ്പമുണ്ടോ, അവരൊരു സമാധാനത്തിന് വന്ന് ചോദിക്കണായിരിക്കും. അപ്പൊ നമ്മൾ വഴക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മുഴുവൻ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിപ്പോ. അപ്പൊ നമ്മള് ചിന്തിക്കുക, എന്ത് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, അവര് നമ്മൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സോ ഇമാജിനേഷൻ പവർ, ഇവരുടെ സ്കില്ല്, നല്ല സ്കില്ലുള്ള കുട്ടികളുണ്ടാവും, ആ സ്കില്ലിലേക്ക് ഇവരെ കൊണ്ടുപോകാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. അവർ വളരും തോറും, അവരുടെ മെച്യൂരിറ്റിയോട് അടുക്കും തോറും ഇവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ശരിയായ രീതിയിൽ ഡയറക്റ്റ് ചെയ്യുമ്പോഴേക്കും അവർക്ക് ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ പിന്നെ ഇമാജിനേഷൻ സെൻസറി ബേസിസിലാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അപ്പം മോണ്ടിസോറിയുടെ എല്ലാ മെറ്റീരിയൽസും, മെജോറിറ്റി മെറ്റീരിയൽസ്, കുറെ മെറ്റീരിയൽസ് അവർ ഡിസൈൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ 5 സെൻസിനെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയൽസും സെൻസോറിയൽ, അതായത് സെൻസോറിയൽ ആയിട്ടാണ് ഡിസൈൻ ചെയ്തെങ്കിലും കൂടിയും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ആ സെൻസോറിയലിന്റെ റിസൾട്ട് മാത്രമല്ല, ബൈ പ്രോഡക്റ്റ് ആയിട്ട് ബാക്കിയുള്ള ഏരിയയിലും റിസൾട്ട് വരാറുണ്ട്.
ലൈക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു. മിക്ക ആക്ടിവിറ്റീസിലും കൂടെ കുട്ടികളിലെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് മോണ്ടിസോറി പറയുന്നത് കുട്ടികളിൽ ആ ലാംഗ്വേജിന്റെ ഏരിയാസ്, റീഡിങ്ങും റൈറ്റിങ്ങും ഒരു പൊട്ടിത്തെറി പോലെ വരുന്നതെന്ന്, എക്സ്പ്ലോഷൻ പോലെയാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് വരുന്നതെന്ന് മറിയാം മോണ്ടിസോറി എപ്പോഴും പറയുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന രീതി എന്താ, കൈ പിടിച്ച് ഞെക്കി പീച്ച് അതിനെ നിർബന്ധിച്ച് എഴുതിച്ച് അങ്ങനെയൊക്കെ ചെയ്യിക്കാറുണ്ടല്ലോ. സോ അത് നാച്ചുറൽ ആയിട്ട് പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കാര്യമാണെന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, സോ ആ ഡോക്ടർ മോണ്ടിസോറി സേസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ടല്ലോ ഇവിടെ വരെ, നോളജ് ആൻഡ് ട്രൂത്ത്, അത് വരെ വായിച്ചോളൂ കേട്ടോ ആരെങ്കിലും. നീ എഴുതി വെക്കാം, എഴുതുക എന്നുള്ളത് ഭയങ്കര മടിയുള്ള കാര്യം. നിങ്ങളുടെ ബാച്ചിൽ എഴുതി വെക്കട്ടെ കേട്ടോ. അടുത്ത ക്ലാസ് വരുമ്പോ നിങ്ങളോട് തന്നെ ചോദിക്കും എവിടെ മാം ഞാൻ വായിക്കാം. Dr. Montessori says imagination can have only a necessary basis, sensory basis. The sensory education which prepare for the accurate perception of different details, the qualities of the things, is therefore the foundation of the observation of things and of the phenomenon which present themselves to our senses, and with this it helps to collect from the external world the material for the imagination. To develop child's imagination, he should be provided with lot of experience. First one, lot of experience with the real things. B, concrete manipulation with the concrete objects. C, read real stories to children. D, freedom. E, chances to connect with nature. F, sensorial education as indirect preparation for the later learning through imagination and abstraction. G, truth and reality. H, cosmic access to the cultural subject, respond to the children's need for knowledge and truth. അവിടെ വരില്ലേ മാം? യെസ്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു, സെൻസറി ബേസിസിലാണ് പലപ്പോഴും ഇമാജിനേഷൻ. നമ്മൾ ഈ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ തന്നെ, ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കൊടുക്കുമ്പോൾ അവർ ഭയങ്കര രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ കാണാം. അവർക്ക് അവരുടെ ഐഡിയയില് അതാണ് കാറ് അല്ലെങ്കിൽ അതാണ് വീട് അല്ലെ. അപ്പൊ ആ രീതിയിൽ അവർ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ചില കളേഴ്സ് മാത്രം എടുത്ത് അത് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ അവരുടെ ക്രിയേറ്റീവ് മൈൻഡ് വേറൊരു രീതിയിലാണ്. അപ്പൊ സെൻസറി ബേസിസിലാണ്, ആ ഒരു 5 സെൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് അവരുടെ ഇമാജിനേഷൻ. ഈ ഇമാജിനേഷൻ, അവരുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ, പോസിറ്റീവ് വേയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ റിയൽ തിങ്സുമായിട്ട് ഇവരെ കണക്ട് ചെയ്യണം. അതായത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് അതുകൊണ്ട് അതെല്ലാം അവർ എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങളുടെയൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മളുടെ ടോയ്സ് കൂടുതലും ഈ വുഡ് കൊണ്ടുള്ള ലോറി പോലത്തെ സാധനം, ബസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം റിയൽ ആയിട്ടുള്ള സാധനങ്ങൾ, പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും വളരെ കുറവായിരുന്നു. അങ്ങനെ റിയൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരുന്നു അന്ന് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ചില സമയത്ത് ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ അതൊക്കെ ഇങ്ങനെ വിൽക്കാനിരിക്കുമ്പോൾ നമുക്കതൊരു നൊസ്റ്റാൾജിയ. അപ്പൊ ഇത് അങ്ങനെ റിയൽ ആയിട്ടുള്ള അതുമായിട്ട് ഇവരെ കൂടുതൽ കണക്ട് ചെയ്യണം. അതാണ് കുഞ്ഞുങ്ങളൊരു പ്രായം കഴിയുമ്പോഴേക്കും അവരെ മഴ നനയിപ്പിക്കുന്നു, അങ്ങനെ പിന്നെ കുറച്ച് പുറത്ത് ഔട്ട്സൈഡിൽ കുറച്ചധികം സമയം അവരെ കൊണ്ട് കളിപ്പിക്കുന്നു. ചെരുപ്പിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ തന്നെയാണെങ്കിൽ ശ്രദ്ധിച്ച് ചെരുപ്പില്ലാതെയൊക്കെ അവരെ കുറച്ച് നടത്താനും കളിക്കാനും ഒക്കെ നോക്കാറുണ്ട് അല്ലെ. പിന്നെ നമ്മൾ പാർക്കുകളിൽ പോകുന്നു, അവിടെ നിറയെ മരങ്ങളും ഒക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ, സൂ കാണിക്കുന്നു കുട്ടികളെ. അപ്പൊ റിയൽ തിങ്സുമായിട്ട് ഇവരെ കുറെ കണക്ട് ചെയ്യിക്കാനായിട്ട് നോക്കും. പിന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള ചില അത് വെച്ചിട്ട് ഇവര് മാനിപ്പുലേറ്റ് ചെയ്യും. പലപ്പോഴും ടോയ്സ് ഒക്കെ കൊടുക്കുമ്പോൾ കാണാറില്ല, ഇവർ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അവർ കളിക്കുന്നത് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് അവർ ഇമാജിൻ ചെയ്ത് ചില മാനിപ്പുലേഷൻസ് എല്ലാം നടത്തും. പിന്നെ കഥകൾ പറയുമ്പോൾ റിയൽ സ്റ്റോറീസ് അവരോട് പറയുക എന്നുള്ളതാണ്. അതും അറിയാൻ വേണ്ടി സോറി എപ്പോഴും പറയും, റിയൽ സ്റ്റോറീസ്. ഇപ്പം കുറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാര് അവരുടെ കഥകൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ റിയൽ ആയിട്ടുള്ള സ്റ്റോറീസ് അവർക്ക് വായിച്ചു കൊടുക്കുക. പണ്ടൊരു ഇപ്പം ചില കിങ് ഒക്കെ ജീവിച്ചിരുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കണക്ട് ചെയ്യാൻ അവർക്കുള്ള ഫ്രീഡം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഇമാജിനേറ്റീവ് പവർ അങ്ങനെ തന്നെ ലോ ആകും. നേച്ചറുമായിട്ട് അവരെ കണക്ട് ചെയ്യിക്കുക എപ്പോഴും. ഒരു ഏജ് ആയി കഴിയുമ്പോൾ ചെടി നടാനും ചെടി നനയ്ക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് അവരെ നമ്മൾക്ക് കൊണ്ടുപോകും.
പിന്നെ സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത്. ആ 5 സെൻസസും യൂസ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ലേണിംഗ് പ്രോസസ് ത്രൂ സെൻസോറിയൽ എഡ്യൂക്കേഷൻ. അപ്പൊ അവരുടെ ഇമാജിനേഷൻ എല്ലാം ഡെവലപ്പ് ആയിട്ട് വരും. പിന്നെ ട്രൂത്തും റിയാലിറ്റിയും അത് എപ്പോഴും അവർ കണക്ട് ചെയ്ത് കൊടുക്കണം. അവരുടെ നുണകൾ അങ്ങനത്തെ കാര്യങ്ങൾ വരരുത്. ഈവൻ നമ്മളും അവരുടെ മുമ്പിൽ ട്രൂത്ത് റിയാലിറ്റിക്ക് നമ്മളൊരു റോൾ മോഡൽ ആയിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യണം. കൾച്ചറൽ സബ്ജക്ട്സ്, അതായത് കുട്ടികളുടെ നീഡ് അനുസരിച്ച് പല നോളജും അതുപോലെ തന്നെ ട്രൂത്തും. ഇപ്പം നമുക്കറിയാം ഡിഫറെന്റ് കൾച്ചറും ട്രഡീഷൻസും ഉള്ളവരാണ് നമ്മൾ. പലപ്പോഴും ആ ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ളതും സോഷ്യൽ അങ്ങനെ കാര്യങ്ങളായിട്ടുള്ളതും. ഈ കഴിഞ്ഞ ദിവസം ഒരു സാറ് പറയണ്ടായിരുന്നു, ഈ ഒരു കുട്ടിക്ക് സോഷ്യൽ സയൻസ് ഭയങ്കര ദേഷ്യമാണ്, ഇഷ്ടമല്ല, അത് പഠിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ എന്തിനീ കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നതെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ശരിക്കും കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലും അതിന്റെ റിയാലിറ്റിയും സോഷ്യൽ റിഫോമേഴ്സ് ഉള്ളതും ഫ്രീഡം ഫൈറ്റേഴ്സ് ഉള്ളതും അങ്ങനെയൊക്കെ അത് ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് നല്ലപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവർക്ക് ആ ഒരു ഫീഡ് വരും. എങ്ങനെ ഇത് ഫ്രീഡം കിട്ടി, ഫ്രീഡം ഫൈറ്റ്, ഇൻഡിപെൻഡൻസ് എങ്ങനെയായി, എങ്ങനെയായി കേരളത്തിലെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇവര് കണക്ട് ചെയ്യും. അപ്പൊ ഇവരുടെ ഏജിനനുസരിച്ച് അങ്ങനെ പല സബ്ജക്ട്സുമായിട്ട് ഇവരെ ഒന്ന് കണക്ട് ചെയ്യണം. കുട്ടിയുടെ റെസ്പോൺസ് അവർ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊന്നും സോഷ്യൽ സയൻസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല കേട്ടോ. പക്ഷെ പിന്നീട് എനിക്ക് അതിന്റെ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു. ഒട്ടും താല്പര്യം ഉണ്ടായില്ല അത് പഠിക്കാൻ, ഇഷ്ടമില്ലാണ്ട് തന്നെയാണ് അത് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊറോണ ടൈമൊക്കെ ആയില്ലേ, അപ്പം സ്കൂളുകളൊക്കെ അടച്ചു. പാരന്റ്സ് ഭയങ്കരമായിട്ട് അവരങ്ങ് ഭയങ്കര കോൺഷ്യസ് ആയി. 10th പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് പ്രത്യേകിച്ചും. അപ്പോഴാണ് പല ട്യൂഷൻ ആപ്പുകൾ ഇങ്ങനെ പൊങ്ങി വന്നത്. അപ്പൊ പാരന്റ്സ് എല്ലാ സബ്ജക്റ്റും കുട്ടികളെ ട്യൂഷനും കൂടെ ഒന്ന് ചേർത്തു. പ്രത്യേകിച്ചും സ്റ്റേറ്റ് സ്കൂളിലുള്ള കുട്ടികളുടെ പാരന്റ്സ്, ഡയറക്റ്റ് അവരുടെ ടീച്ചർമാരിൽ ഒരു ക്ലാസ് ഒന്നും ശരിയായ രീതിയിൽ കിട്ടാതെ വന്നപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളെ എല്ലാ സബ്ജക്ട്സിനും ഇതുപോലുള്ള ട്യൂഷൻ ആപ്പുകളിൽ ട്യൂഷൻ എടുത്തു. അപ്പൊ ഞാനൊരു ട്യൂഷൻ ആപ്പിൽ അന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് സോഷ്യൽ സ്റ്റഡീസ് എടുക്കാനായിട്ട് ടീച്ചറില്ല. ഞാൻ എടുത്തിരുന്നത് മാത്സ് ആയിരുന്നു എടുത്തിരുന്നത്. അങ്ങനെ വന്നപ്പം ആപ്പിൽ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാനൊരു 10th കുട്ടിയാണ്, അതിനൊന്ന് സോഷ്യൽ എടുത്തു കൊടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ മോന് സോഷ്യൽ എടുത്തു. സോഷ്യൽ എടുക്കാൻ നേരത്ത് നമ്മളൊരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഇച്ചിരി ടെൻഷൻ ഉണ്ടാവും. നമ്മൾ കാര്യങ്ങൾ നല്ലതുപോലെ അറിയണമല്ലോ. അതും സോഷ്യൽ സ്റ്റഡീസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വാസ്റ്റ് ആയിട്ട് എടുക്കല്ലേ. അങ്ങനെ ഇങ്ങനെ നോക്കി നമ്മളുടെ ഫ്രീഡം ആ ഒരു സ്ട്രഗിൾ ഒക്കെ വായിച്ചപ്പോൾ ശരിക്കും ഭയങ്കര ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ സങ്കടം വരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ആ മോനും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കണം, അവനറിയണം എങ്ങനെയാണ് ഫൈറ്റ് ചെയ്ത് ഏത് വരുന്നത്. അപ്പൊ അതാണ് ഓരോ കൾച്ചറൽ സബ്ജക്ട്സിനോടും കുട്ടികളെ നമ്മൾ എപ്പോഴും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരുന്നു, അവരിങ്ങനെ കഷ്ടപ്പെട്ടു, അപ്പൊ അത് തന്നെ നമുക്ക് റിയൽ സ്റ്റോറീസ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അത് കുഞ്ഞിന്റെ ഏജ് അനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തണം. നമ്മുടെ വോയിസ് മോഡുലേഷൻ മാറ്റം വരുത്തി വേണം നമ്മൾ അത് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പൊ അവർക്ക് ആ ഒരു വാല്യൂ ഫീൽ ചെയ്യും. എന്താണ് ഇൻഡിപെൻഡൻസ്, ഫ്രീഡം? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഫ്രീഡം എന്നുള്ളത് തെറ്റായിട്ടല്ലേ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഫ്രീഡം എന്തിനുള്ള ഫ്രീഡം ആണെന്നും ആ ഫ്രീഡം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ അതെല്ലാം നമ്മൾ ത്രൂ ദിസ് അവരുടെ ഓരോ ഏജിലും പകർന്നു കൊടുക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാവും. കുട്ടികൾ 5 സ്റ്റേജസ് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു എന്നാണ് മറിയം മോണ്ടിസോറി പിന്നെ പറയുന്നത്. ഓരോ സ്റ്റേജിലും കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് അറിവുകൾ എങ്ങനെ എടുക്കുന്നു, അബ്സോർബ് ചെയ്യുന്നു, എങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ്. അബ്സോർബൻ മൈൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചുറ്റും കാണുന്നതെല്ലാം എന്നിട്ട് അതിന്റെ ഒരു ഭാഗമാകുന്നു കുട്ടി. എൻവയോൺമെന്റ് എന്താണോ അതിന്റെ ഭാഗമാകാൻ ഈ 5 സ്റ്റേജ് ഒന്ന് വായിച്ചോളൂ. ടേബിളും നമുക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. എനിവൺ പ്ലീസ്? പോയോ? ആരുമില്ലേ? The child will go through 5 stages in the process. The first stages is when the child is absorbing the surroundings. He takes in all that is around him and it becomes a part of him. Second stages is assimilating all the information he sees. He will order the information until he gets an understanding of it. That's why the presentation.
must be clear and consistent, and the idea you are teaching isolated. Third stage is when the child becomes familiar with the idea and wants to practice. There is a need for a repetition in which he discovers new things. Fourth stages is when the child is using his imagination and he makes a connection between the materials and the surroundings. Fifth stages is when the child is doing creative action or spontaneous activity. To encourage this creativity in the classrooms, we must look at certain areas such as അത് പിന്നെ പറയാം, ഇവിടെ പിന്നെ പറയാം. ഓക്കെ, അപ്പൊ 5 സ്റ്റേജസിലൂടെ പോകുന്നു എന്ന് പറഞ്ഞു. ഈ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ത്രൂ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് 5 സ്റ്റേജസ് ആണ് കുട്ടികളിൽ വരുന്നത്. സറൗണ്ടിങ്സിൽ കാണുന്നത് മുഴുവൻ അവർ അബ്സോർബ് ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് കുട്ടി വളരുന്ന എൻവയോൺമെന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമാകും, ആ ഒരു എൻവയോൺമെന്റിന്റെ പാർട്ടായിട്ട് മാറുന്നു. സെക്കൻഡ് സ്റ്റേജ് കാണുന്ന ഇൻഫർമേഷൻ, നമ്മൾ പറയില്ലേ വിവരം, അറിവ്, ഇതൊക്കെ ഡിഫറെന്റ് ആണെന്ന് പറയും. വിവരം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ, അറിവ് എന്ന് പറയുമ്പോൾ നോളജ്, അങ്ങനെ അങ്ങനെ ഓരോന്നും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇൻഫർമേഷൻസ്, കാണുന്ന ഇൻഫർമേഷൻ മുഴുവൻ അസിമുലേറ്റ് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. പിന്നെ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ അതൊരു ഓർഡർ ആയിട്ട് വെക്കും. ലൈക്ക് ഇപ്പോ ഒരു ചെടി നട്ടു, ഓരോ ദിവസം പോയി നോക്കാറുണ്ടല്ലേ ഇപ്പൊ കുട്ടികളെ. ചില പിള്ളേര് അത് ഇങ്ങനെ വേര് വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അവര് പോയി അത് നോക്കി നോക്കും, വേര് വന്നു, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കുട്ടികൾ. അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അതാണ്, അത് അവര് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കും. അത് നല്ല രീതിയിലുള്ള ഓർഡറിലാക്കും. അതല്ല നമ്മൾ ദിവസവും അതിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതിന് അനക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്ത് ശരിയാവില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു ഇൻഫർമേഷൻ ആണ്, അറിവാണ്. അപ്പൊ അവരത് മനസ്സിലാക്കി അതിനനുസരിച്ച് അവര് ദിവസം നോക്കും. അല്ല പുഴു എന്തെങ്കിലും അതിനെ ഉപദ്രവിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളോട് വന്ന് പറയും. പിന്നെ ആ ചെടിയിൽ പുതിയ ഇല വരുന്നു, പൂ ഉണ്ടാകുന്നു. അപ്പൊ അതെല്ലാം കുട്ടി അത് മനസ്സിലാക്കി ആ ചെടിയുടെ ഒരു ഗ്രോത്ത് നോക്കുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ നാച്ചുറുമായിട്ട് കണക്റ്റും ചെയ്യണം, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണമെന്നുകൊണ്ടാണ് ആ ഒരു എക്സാമ്പിൾ വരുന്നത്. അങ്ങനെ കൊടുക്കുന്ന എല്ലാ പ്രസന്റേഷനും ആ കുട്ടിക്ക് ക്ലിയർ ആയിരിക്കണം, ആ ഒരു ഐഡിയ കിട്ടണം. അപ്പൊ കുട്ടിക്ക് അറിയാം നമ്മൾ ചെടി നടുമ്പോൾ അതിനെ ഏത് രീതിയിൽ പരിപാലിക്കണം, എങ്ങനെ അതിനെ ഏത് സമയത്ത് വെള്ളം ഒഴിക്കണം, പിന്നെ അതിന്റെ ഇലയിൽ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ പൂക്കളുണ്ടായി പൂ ഇങ്ങനെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ പ്രൂൺ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഇൻഫർമേഷൻ അവർ ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യുന്നു, അതൊരു ഓർഡറിലാക്കും. ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് അടുത്ത ലെവൽ. അപ്പൊ ആ ഇൻഫർമേഷൻ കിട്ടി, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ദെൻ അതൊരു നോളജ് ആയിട്ട് കുഞ്ഞിലിരിക്കുക. അതാണ് വിവരവും അറിവും. ഓക്കെ, വിവരം എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ, അറിവെന്ന് പറയുമ്പോൾ നോളജ്, പിന്നെ തിരിച്ചറിവ്, ദാറ്റ് ഇസ് ഡിഫറെന്റ്. പിന്നെ ഈ നോളജ് ഭയങ്കര കൂടുതലായിട്ട് വരുമ്പോഴാണ് അത് വേറൊരു ലെവലാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് സ്റ്റേജ് ഫെമിലിയർ ആവുന്നു. ഒരു പ്രാവശ്യം ഒരു കാര്യം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കി അത് എക്സ്പീരിയൻസ് ചെയ്ത് അതായിട്ട് ഭയങ്കരമായിട്ട് ഫെമിലിയർ ആകും. ഓക്കെ, ഫെമിലിയർ വിത്ത് ദ ഐഡിയ ആൻഡ് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കും. സോ ലൈക്ക് ചെടി നടാൻ, അല്ലെങ്കിൽ വീട്ടില് ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ കഴുകി വെക്കണം. അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് സോപ്പ് ഉപയോഗിക്കാനായിട്ട് അറിയും. അപ്പം പുതിയ ഇത് മനസ്സിലാക്കാനായിട്ട് റിപ്പീറ്റേഷൻ ആവശ്യമുണ്ടല്ലേ. ഒരു പ്രാവശ്യം പ്ലേറ്റ് കഴിയുന്നുണ്ടോ, ഒരു പ്രാവശ്യം ഗ്ലാസ് കഴിയുന്നുണ്ടോ ശരിയാവില്ല. ഹാസ് ടു ഡു എവറി ഡേ, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കുഞ്ഞുങ്ങൾ അത് എൻജോയ് ചെയ്യുകയും ചെയ്യും. ഫോർത്ത് സ്റ്റേജ് അവർക്ക് ഇമാജിനേഷൻ അവർ യൂസ് ചെയ്യുന്നു. മെറ്റീരിയൽസ്, പുറത്ത് കാണുന്നതും ഉള്ളിലുള്ളതുമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം കണക്ട് ചെയ്യുന്നു. എല്ലാമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇപ്പം പാത്രങ്ങളെല്ലാം കഴുകി ഒരു സ്ഥലത്തായിരിക്കും വെക്കണേന്ന് വിചാരിക്കുക. അപ്പൊ കുഞ്ഞിന് തോന്നുന്നു അവിടെയല്ല വേറൊരു സ്ഥലത്ത് വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അങ്ങനെ ചെയ്യും. എനിക്ക് ചെടി നട്ട് വെച്ചിരുന്നു, ചട്ടിയിൽ നട്ടിട്ട് ഒരു ഭാഗത്ത് വെച്ചിരിക്കുക. അവിടെ വെയില് കുറഞ്ഞു. നമ്മുടെ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് വെയിലിന്റെ ഇതിങ്ങനെ മാറി മാറി വരില്ലേ. ചെടികൾക്ക് വെയില്, സൂര്യപ്രകാശം കിട്ടണം. അതാണ് അവരുടെ കുക്കിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല എനർജി എന്നുള്ളതൊക്കെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വെയില് നോക്കി വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കുക. സോ അതെല്ലാമായിട്ട് കണക്ട് ആവണം. ഫിഫ്ത്ത് സ്റ്റേജ്
ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്യുന്നു. അത് പലപ്പോഴും സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നു. അപ്പൊ അവരുടെ ഈ ക്രിയേറ്റിവിറ്റീനെ എൻകറേജ് ചെയ്യണം, ക്ലാസ് റൂമിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. ഓക്കെ ഫൈൻ, നമുക്ക് ടേബിള് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം, കാരണം അതൊന്ന് നമുക്ക് കണക്ട് ചെയ്ത് പറയേണ്ടതുണ്ട്. സോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ടേബിൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബാച്ചിന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവില്ല എവിടെയായെന്നുള്ളത്. ഓക്കെ, അപ്പോ യൂണിറ്റ് 3 ടേബിൾസ്. ഓക്കെ, സോ സൈൻ ഔട്ടിന് ആരെങ്കിലും ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ then bye. Sign up. Sign ചെയ്യാം മാം. Overcome weakness, embrace action, and unlock the doors to your fulfill potential. അലസതയെ മറികടക്കുക, പ്രവർത്തനത്തെ സ്വീകരിക്കുക, നിങ്ങളുടെ മുഴുവൻ കഴിവുകളിലേക്ക് വാതിലുകൾ തുറക്കുക. സൈൻ ഔട്ട് ടീന. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കും. നാളെ PGയുടെ ക്ലാസ്സിലേ മിസ് ഞങ്ങൾക്കൊരു അസൈൻമെന്റ് ആണ് ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ടോപ്പിക് ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടില്ലല്ലോ. ഈ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് അതിട്ടില്ലല്ലോ, ഇടണം എന്ന് വിചാരിച്ചപ്പോഴേക്കും ടൈമായി. ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞു. ആ ശരി മിസ്. വേറെ ഏതൊക്കെ വെച്ചോ? ഇല്ല, ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് ഇപ്പൊ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എഴുതാൻ വേണ്ടിട്ടാ. നാളേക്കല്ലേ? സബ്മിറ്റ് ചെയ്യണമെന്നില്ല, നെക്സ്റ്റ് വീക്ക് ആയാലും. ആ ഓക്കെ ഞാൻ തരുന്നത് ഇന്നാണെങ്കിൽ 1 week. ഓക്കെ ഓക്കെ. Thank you. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am.